തന്നിരിക്കുന്ന ഒരു ആലോചന അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യാക്കോബ് 4:9-10. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഞാനിങ്ങനെ ദൈവസ്ഥലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ ഈ ദിവസങ്ങളിൽ ഏതൊക്കെ മേഖലയിലാണോ ദൈവസ്ഥലം താഴേണ്ടത് ആ മേഖലകളൊക്കെ എനിക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മെസ്സേജിൽ നിന്നും മറ്റൊരു മേഖലയിലോട്ട് എന്നെ കൊണ്ടുപോയി. സ്തോത്രം. നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യത്തിലോട്ട് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം. അവനോട് കൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരത്തി മറിയ ഉണ്ടായിരുന്നു. അവനോടുകൂടെ പന്തിരുവരുണ്ടായിരുന്നു. അവൻ ദുരാത്മാക്കളെ വ്യാധികളെ നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ് 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലനക്കാരത്തി മറിയ ഉണ്ടായിരുന്നു. ഭൂതങ്ങളുടെ എണ്ണം വരെ കറക്റ്റായി പറയുന്നുണ്ട്. ഈ സ്തോത്ര ബൈബിളിൽ ഒരുപാട് മറിയമാരുണ്ട്. 5ഓളം മറിയമാരെ നമുക്ക് ബൈബിളിൽ കാണാം. പക്ഷേ ഈ മറിയക്ക് മാത്രമുള്ള ഒരു പേരാണ് മഗ്ദലനക്കാരത്തി മറിയ. മഗ്ദല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ്. ആ സ്ഥലത്തിന്റെ പേരിൽ അത് അവരറിയപ്പെട്ടു. എന്നാൽ സ്തോത്രം, ഈ മറിയക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകതയാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ദൈവാത്മാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് കൊണ്ട് എനിക്കറിയാം ഇന്ന് കത്തും. ഒരിക്കൽ യേശുവിന്റെ കൈവെപ്പിനാൽ നമ്മുടെ ജീവിതത്തിൽ അനേക വിടുതലുകൾ കിട്ടിയതാ. ചിലർക്ക് രോഗശാന്തി കിട്ടി, ചിലർക്ക് ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടി, ചിലർക്ക് ഭൗതിക നന്മ വീട് കിട്ടി. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുണ്ടാകും. എന്നാൽ സ്തോത്രം, നമുക്ക് മറിയയോട് ചോദിക്കാം, മറിയെ ഒരു സാക്ഷ്യം പറയാമോ? അപ്പൊ അവള് പറയും, എൻ്റെ ജീവിതത്തിൽ പൈശാചിക ബന്ധനത്തിൽ കുടുങ്ങി ലക്ഷ്യമില്ലാതെ ഞാൻ അലയുകയായിരുന്നു, പക്ഷെ യേശു എന്നെ വിടുവിച്ചെന്ന സാക്ഷ്യം മഗ്ദലനക്കാരത്തിക്ക് പറയാനുണ്ടാകും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിലരുടെ സാക്ഷ്യങ്ങളെ ദൈവം വെളിയിൽ കൊണ്ടുവരാൻ പോകുന്നു. സത്യത്തിൽ ഈ മെസ്സേജ് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇച്ചിരി നിറഞ്ഞു. കാരണം എന്തെന്നറിയാമോ, എപ്പോൾ മുതലാണോ അവർക്ക് വിടുതൽ കിട്ടിയത് അന്ന് മുതൽ അവൾ യേശുവിനെ വിടാതെ പിന്തുടർന്നു. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, വിടുതൽ കിട്ടിയാൽ പിന്നെ പള്ളി പോലും വരത്തില്ല. അടുത്ത പ്രശ്നം വരണം, വിടുതലിന് വേണ്ടി അടുത്ത വിഷയം വന്നാൽ മാത്രമേ വരത്തുള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ മഗ്ദലനക്കാരത്തി മറിയക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. അവൾ സ്തോത്രം വേണ്ട എന്ന് പറഞ്ഞാലും യേശുവിനെ വിടാതെ അനുഗമിച്ചു. എന്നാൽ സ്തോത്രം, മത്തായി സുവിശേഷം 27:55-56 ഇപ്രകാരം പറയുന്നു, ഗലീലയിൽ നിന്ന് വന്ന യേശുവിനെ ശുശ്രൂഷിച്ചു കൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ദൂരത്തു നിന്ന്. സ്തോത്രം. അടുത്ത് അവരിൽ മഗ്ദലനക്കാരത്തി മറിയയും യാക്കോബിന്റെയും യോസയുടെ അമ്മയായ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. അനേകരുടെ മധ്യത്തിൽ സ്തോത്രം കൂട്ടത്തിൽ കൂടി മറിയ മഗ്ദലനക്കാരത്തി. എന്തിനാണെന്നറിയാമോ? അവൾക്ക് ദൂരത്ത് നിന്ന് യേശുവിനെ അവൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൂരത്ത് നിന്നെന്ന് ബൈബിൾ പറയുന്നതാ. പക്ഷെ ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ മറിയ ദൂരത്തായിരുന്നില്ല. മറിയയുടെ ഹൃദയം യേശുവിന്റെ അടുത്തായിരുന്നു. ചിലത് പറയാറുണ്ട്, സ്തോത്രം, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തോത്ര കാഴ്ച കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു, സ്തോത്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നവരാ. ഈ മറിയമാരെ കുറിച്ചെല്ലാം ബൈബിൾ പറയുന്നത്, എല്ലാ മറിയമാരും അനുഗമിച്ചും ശുശ്രൂഷിച്ചും അവനോടുകൂടെ യെരുശലേമിലേക്ക് വരികയും ചെയ്ത് യേശുവിൻ്റെ കൂടെ. നമ്മളെല്ലാവരും പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ, നമ്മളെല്ലാവരും ഉപവസിക്കുന്നവരാ, നമ്മളെല്ലാവരും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാ. സ്തോത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ 5 മറിയമാരുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയ മുതൽ 5 മറിയമാർ ബൈബിളിലുണ്ട്. എല്ലാവരും യേശുവിനെ അനുഗമിക്കുന്നവരായിരുന്നു. അടുത്തത് നമ്മൾ കണ്ടത് യേശുവിന്റെ ക്രൂശീകരണ വേളയിൽ മഗ്ദലനക്കാരത്തി മറിയ അവിടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് യേശുവിന്റെ ശവസംസ്കാര ശുശ്രൂഷ നോക്കാം. മത്തായി സുവിശേഷം 27:60 വായിക്കുന്നു, താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചുപോയി. കല്ലറയ്ക്കെതിരെ മഗ്ദലനക്കാരത്തി മറിയും മറ്റേ മറിയും ഇരുന്നിരുന്നു. നിന്ന് പല മറിയമാരും പല സ്ത്രീകളും യേശുവിനെ ക്രൂശീകരണ വേളയിൽ അനുഗമിച്ചെന്ന് ബൈബിൾ പറയുന്നു. അപ്പോഴൊക്കെ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ ക്രൂശൊക്കെ വലിച്ചെറിഞ്ഞിട്ട് യേശു തിരിച്ചു വരുമെന്നുള്ളത്.
അവർക്കൊക്കെ ഇത്രയും രോഗികളെ സൗഖ്യമാക്കിയ, ഭൂതങ്ങളെയൊക്കെ പുറത്താക്കിയ ശക്തനായ വ്യക്തിയായിരുന്നു യേശു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മരിച്ചതോടുകൂടെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാവരും വീട്ടിലോട്ട് മടങ്ങി. പക്ഷേ ബൈബിൾ പറയുന്നു, കല്ലറയുടെ വാതിക്കൽ 2 പേര് മാത്രം സുശേഷിച്ചു. ഒന്ന് മഗ്ദലനക്കാരത്തി മറിയയും മറ്റേ മറിയയും. ഓർക്കണം, നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ, കല്ലറയുടെ മുന്നിൽ മറുപടി കിട്ടാതെ അസ്തമിക്കുമ്പോൾ, സ്തോത്രം, പലരും വിട്ടുപോകുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, നീ പോകരുത്. നീ അവിടെ തന്നെ കാത്തിരുന്നോ. നിന്റെ വിടുതൽ, സ്തോത്രം, നിന്റെ അനുഗ്രഹം അവിടെ തന്നെ വെളിപ്പെടാൻ പോകുക. വിടുതൽ കിട്ടാൻ മാത്രം വന്നവരായിരുന്നു അവർ. രോഗശാന്തി കിട്ടാൻ മാത്രം വന്നവരായിരുന്നു അവർ. സ്തോത്രം. അവർക്കത് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ മടങ്ങിപ്പോയി. പക്ഷെ മരിച്ചപ്പോഴും മറിയയുടെ പ്രതീക്ഷ അസ്തമിച്ചില്ല. മഗ്ദലനക്കാരത്തി അവിടെ തന്നെ കാത്തിരുന്നു. ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുക, നീ അവിടെ തന്നെ കാത്തിരുന്നോ. സ്തോത്രം. നിനക്ക് എവിടെ വെച്ചാണോ ക്രിസ്തു വെളിപ്പെട്ടത്, എവിടെ വെച്ചാണോ നീ യേശുവിന്റെ ശബ്ദം കേട്ടത്, അത് വിട്ട് നീ ദൂരെ പോകണ്ട. അതേ സ്ഥലത്ത് തന്നെ ചിലർ ദൈവപ്രവൃത്തി കാണാൻ പോകുക. ലാസർ മരിച്ച സമയത്ത് യേശു ലാസറിനെ ഉയർപ്പിച്ചത് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ലാസർ ഉയർത്തപ്പോൾ വെളിയിലോട്ടേക്ക് വന്നെന്ന ബൈബിൾ പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, അവൻ്റെ കെട്ടഴിപ്പീൻ എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 2 കൈയും ചേർത്ത് കെട്ടും. ഇതുവരെ ചെയ്തത് മതി എന്ന് വെച്ച് കെട്ടിയിടുന്നതാ. കാലുകളുടെ 2 വിരലും കൂട്ടിക്കെട്ടും. മതി നടന്നത്, മൂക്കിൽ പഞ്ഞി തിരികും, മതി ശ്വസിച്ചത്. അങ്ങനെ ലോകം, സ്തോത്രം, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് വെച്ച ഒരിടമാണ് കല്ലറ. ആ കല്ലറയിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ, സ്തോത്രം, അവന്റെ ശരീരം മുഴുവൻ ശിലകൾ ചുറ്റിപ്പൊതിഞ്ഞിരുന്നു. ആരുടെ? ലാസറിന്റെ. യേശു പറഞ്ഞു, അവന്റെ കെട്ടഴിപ്പീൻ. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിങ്കിലേക്ക് വന്നു, ഇന്നും കെട്ടപ്പെട്ട് കിടക്കുക. ഇന്ന് പകൽക്കാലത്തെ മീറ്റിംഗിൽ നിന്റെ കെട്ട് ദൈവം അഴിക്കും. ചിലർ ചോദിക്കാറുണ്ട്, യേശുവിന് സ്നേഹമുള്ള വ്യക്തിയല്ലേ, യേശു വിടുവിച്ച വ്യക്തിയല്ലേ, പിന്നെന്താ ഇത്ര കെട്ട്? എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി കിട്ടാത്തെ? ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ കെട്ടഴിപ്പാൻ യേശുവിൽ നിന്നൊരു കൽപ്പന വരാൻ പോകുക. പറയുന്നു, സ്തോത്രം, ഈ ചിലതിന്റെ ക്യാൻസറിന്റെ കെട്ട് ദൈവം അഴിക്കും. സ്തോത്രം. ചിലതിന്റെ തലമുറകളുടെ കെട്ട് ദൈവം അഴിക്കും. ചിലത് പറയാൻ, രക്ഷിക്കപ്പെട്ടല്ലോ, സ്നാനപ്പെട്ടല്ലോ, ലാസറും യേശുവിന്റെ കൂടെ നടന്നതാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം യേശു പറയുകയാണ്, സ്തോത്രം, കല്ലറയ്ക്കകത്ത് നീ കയറി എന്നുള്ളത് സത്യമാ, കല്ലറയ്ക്കകത്ത് നിന്നെ കെട്ടി എന്നുള്ളത് സത്യമാ, നീ ഒരിക്കലും വെളി വരത്തില്ലെന്ന്. ഇപ്പൊ പ്രവചനം കിട്ടുന്നില്ലല്ലേ? ദൈവാത്മാ പറയുക, സ്തോത്രം, നിന്റെ കെട്ടഴിപ്പാൻ ഉയരത്തിൽ നിന്നൊരു കൽപ്പന വന്നിരിക്കുക. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, യേശുവിനെ കല്ലറയ്ക്കകത്തോട്ട് കയറ്റി ശിലയിൽ പൊതിഞ്ഞിട്ട് കല്ലറയ്ക്കകത്ത് വെച്ചിട്ടും ഇവൾ എഴുന്നേറ്റില്ല. ഇവള് വിടുതൽ കിട്ടാതെ എഴുന്നേക്കത്തില്ല. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മ പറയുന്നു, നീ വിടുതൽ കിട്ടാതെ എഴുന്നേക്കരുത്. യബോക്കിന്റെ തെരുവിൽ യാക്കോബ് ഇപ്രകാരം പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവാത്മാവ് പറയുകയാണ്, വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും വർഷങ്ങളായി യുദ്ധം ചെയ്തിട്ടും നന്മ കാണാതെ മരുഭൂമിയിലിരിക്കുന്ന ചിലതിനെ ദൈവം നന്മ കാണിക്കുവാൻ, ഇസ്രായേൽ എന്ന് പേര് മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പോൾ യേശുവിന്റെ ക്രൂശീകരണ സമയത്തും മഗ്ദലനക്കാരത്തി മറിയ ഉണ്ടായിരുന്നു. രണ്ടാമത് യേശുവിന്റെ അടക്ക ശുശ്രൂഷയിലും മഗ്ദലനക്കാരത്തി മറിയ ഉണ്ടായിരുന്നു. ഇനിയാണ് മറിയയുടെ ജീവിതത്തെ ട്വിസ്റ്റ് ചെയ്യുന്ന, മറിയയുടെ ജീവിതത്തെ ഉയർത്തുന്ന ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നത്. അതിന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലനക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്ക് ചെന്നു. കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. കല്ലറവാതിക്കൽ നിന്നും, സ്തോത്രം, കല്ല് നീങ്ങുമെന്ന് വിശ്വസിച്ചല്ല പോയത്. എന്നാൽ ഇന്ന് പകൽക്കാൽ ഒരു കാര്യം പറയട്ടെ, ഒരിക്കലും തുറക്കാത്ത കല്ലറ, സ്തോത്രം, ഒരിക്കലും റോമ ഗവൺമെന്റ് സീലുള്ള കല്ലറ, പ്രതീക്ഷകൾ അടഞ്ഞുപോയ കല്ലറകളെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം അത് തുറക്കാൻ പോകുക. ഒരിക്കൽ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ബിനീഷേ, സ്തോത്രം, നിന്റെ വിടുതൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം അവിശ്വാസം കൊണ്ട് പറഞ്ഞതല്ല, എന്നെ സ്നേഹമുള്ളത് കൊണ്ട് പറഞ്ഞതാ. നിന്റെ വിടുതൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതിനുള്ള പ്രവൃത്തി നിന്നെ കാണുന്നില്ല. സ്തോത്രം. അതിനുള്ള പ്രവൃത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രവർത്തിക്കുമായിരുന്നു, അല്ലേ? നമ്മൾ, സ്തോത്രം, പ്രാർത്ഥിക്കാനല്ലാതെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഇരുട്ടിന്റെ സമയം വരും നമ്മുടെ ജീവിതത്തിൽ, ഇരുട്ടിന്റെ സമയം. അപ്പോൾ, സ്തോത്രം, നമ്മുടെ പ്രവൃത്തിയെല്ലാം വിഫലമാകും.
അപ്പോൾ ആളുകളുടെ പ്രതീക്ഷ നഷ്ടപ്പെടും. ഇനി നടക്കത്തില്ല, ഇനി ചേരത്തില്ല, അല്ലെ? ബിസിനസ് പൊളിഞ്ഞു, തലമുറകളുടെ വിദ്യാഭ്യാസം തീർന്നു, കുടുംബജീവിതം തകർന്നു. ഇരുട്ടിന്റെ ശക്തിയാ. ഇരുട്ടിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ദൈവജനം ഒന്ന് ഓർത്തോണം, ഒരു വെളിച്ചം വരാൻ പോകുക. ആമേൻ, സ്തോത്രം. ഇരുട്ടിൽ നിന്നെ തകർക്കാൻ ശത്രുജന യേശു പറഞ്ഞു, ഞാൻ നല്ല രീതിയിൽ നടക്കുമെന്ന് നിങ്ങൾ എന്നെ പിടിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ വടിയും വാളുമായി എന്റെ നേരെ വരുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് ഇരുട്ടിന്റെ നായികയായോണ്ടാ. ദൈവാത്മാ പറയുക, ചിലതിന്റെ ഇരുട്ടിന്റെ നായികകളെ മാറ്റി വെളിച്ചത്തിന്റെ നായികയിലോട്ട് ചിലത് നയിക്കാൻ പോകുക. സമയം മുമ്പ് കല്ലറയ്ക്ക് അടുത്ത് ഇരുന്നെന്നല്ലേ പറഞ്ഞത്? ഇത് ഉയർത്ത കല്ലറയുടെ മുന്നിലാ. ഉയർത്ത കല്ലറ, സ്തോത്രം. ഈ ഉയർത്ത കല്ലറയുടെ മുന്നിലാണ് മറിയ ഇപ്പൊ വന്ന് നിൽക്കുന്നത്. ഒരു കാലത്ത് ഭൂതം പിടിച്ചവളായിരുന്നു ഈ മക്കളുടെ കാര്യത്തിൽ മറിയ. അവളുടെ അകത്ത് ഭൂതമായിരുന്നു. പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ ഭൂതം പോയി. സ്തോത്രം. യേശുവിനെ കണ്ടപ്പോൾ ഭൂതം പോയിട്ട് ഇപ്പോൾ തുറക്കപ്പെട്ട കല്ലറയുടെ മുന്നിൽ എന്തെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു മറിയെ കാണാം. ദൈവാത്മാവ് ആരോടൊക്കെ സംസാരിക്കുകയാണ്. ചിലർക്ക് പകച്ചു നിൽക്കുക. സേവിക്കാൻ ഇറങ്ങിയത് തെറ്റിപ്പോയോ? സ്തോത്രം. വന്ന വഴിയെ പോകുന്നതായിരുന്നല്ലോ നല്ലത്. എന്റെ ജീവിതം ഇവിടെ തീർന്നോ എന്നൊക്കെ ചോദിക്കണം. തന്റെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചോ? മറിയ എന്ത് ചെയ്തെന്നറിയാം? അവൾ തിരിച്ചോടി. അവൾ ഓടിയിട്ട് എന്നാ ചെയ്തെന്നറിയുമ്പോൾ ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെ അടുക്കെ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് ആദ്യത്തെ ന്യൂസ് കൊടുത്തത് ആരാന്നറിയുമോ? മക്തലിന്റെ കാര്യത്തിൽ മറിയ തിരിച്ചോടിച്ചെന്നിട്ട് അവരോട് പറയുകയാണ്, പത്രോസിനോട് പറയുകയാണ്, അവനെ ഞങ്ങൾ, സ്തോത്രം, അവരെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലെന്ന്. എന്ന് വെച്ചാൽ കൂടെ ഓടാൻ മറ്റു മറിയമാരും ഉണ്ടായിരുന്നു. ആമേൻ. അവരൊന്നും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് പലർക്കും മർമ്മമാണ്. ദൈവാത്മാവ് എന്നോട് സംസാരിച്ച കാര്യം പറഞ്ഞത്. കൂടെ ഓടിയ മറിയമാരൊക്കെയും സ്തോത്രം തുറക്കപ്പെട്ട കല്ലറയുടെ മുമ്പിൽ മടങ്ങിപ്പോയപ്പോൾ പത്രോസിനെയും മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് തിരികെ യേശുവിനെ പിടിക്കാനായി മറിയ മടങ്ങി വന്നു. ദൈവാത്മ പറയുന്നു, നിന്റെ നഷ്ടപ്പെട്ടു പോയ നന്മയുണ്ടല്ലോ, നിന്റെ നഷ്ടപ്പെട്ടു പോയ തലമുറകളുടെ വിടുതലുണ്ടല്ലോ, നിന്റെ സാമ്പത്തിക നന്മയുണ്ടല്ലോ, അതൊക്കെ തിരികെ പിടിക്കാൻ നിന്നെ ദൈവം യാത്ര ചെയ്യിക്കുക. ഊടാമാന, തനിക്ക് വിടുതൽ തന്ന യേശു നഷ്ടപ്പെട്ടതറിഞ്ഞ് പത്രോസിനെ കൂട്ടിക്കൊണ്ട് അവനെ തിരികെ പിടിക്കാൻ ഇറങ്ങിയ മറിയപ്പോലെ ദൈവാത്മാവ് ചിലതിന് ഇതിന്റെ മധ്യേ കാണുകയാ. ഇത് കേട്ട് പത്രോസും, 3-ാം വാക്യത്തിൽ പറഞ്ഞു, പത്രോസും, യോഹന്നാൻ 20:3, പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്ക് ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലോട്ട് പോയി. യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്ന പത്രോസിനൊന്ന് വന്ന് നോക്കാൻ തോന്നിയില്ല. പലവട്ടം പത്രോസിനോട് പറഞ്ഞത്, നീ ഞാൻ ഉയർത്തെഴുന്നേക്കുമെന്ന്. എന്നിട്ട് പോലും 3-ാം ദിവസം കല്ലറ വന്ന് നോക്കാൻ പറയാൻ വേണ്ടി വേറൊരാൾ വരേണ്ട വന്നു. ഇന്ന് പകൽക്കാലം പലതിൻ്റെയൊക്കെ വിശ്വാസം അസ്തമിക്കുമ്പോൾ, അപ്പോസ്തലന്മാരൊക്കെ സ്തോത്രം പെട്ടിമടക്കി വീട്ടിൽ പോകുമ്പോൾ, ചില മക്തലനെ മറിയമാരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൈവാത്മാ ദൂത് പറയുന്നു. പാരമ്പര്യം പറയുന്നവരും പ്രാർത്ഥനയുടെ സ്തോത്രം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരും അതൊക്കെ പറഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ സ്തോത്രം ഈ ദിവസങ്ങളിൽ ചില മക്തലനമാർ, ചില മറിയമാർ ദൈവാത്മാവ് ശക്തമായ ചില വെളിപ്പാടുകളോടെ ഇതിന്റെ മധ്യ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഈ യേശു ക്രൂശിക്കപ്പെടുന്നത് കണ്ടപ്പോൾ പത്രോസ് ഓടി രക്ഷപ്പെട്ടു. ശിഷ്യന്മാർ എല്ലാം ചെതറിമാറി. ആരും യേശുവിൻ്റെ കൂടെ ഇല്ലാത്തപ്പോൾ ഈ അതിരാവിലെ ഇത്രയും വലിയ ക്രിമിനൽ എന്ന് റോമാ ഗവൺമെന്റ് വിധിച്ച യേശുവിൻ്റെ കല്ലറയുടെ മുന്നിൽ പോകണമെങ്കിൽ മക്തലനക്കാരത്തി മറിയുടെ അകത്തുള്ള സ്നേഹത്തിന്റെ ആയം ചിന്തിച്ചോണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം പലരും കൂടെ നിൽക്കാൻ, ഭർത്താവ് സഹായിക്കാനില്ലാതെ, മക്കള് സഹായിക്കാനില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ ആരൊക്കെ ഇതിന്റെ മധ്യ കേൾക്കുന്നു. ദൈവാത്മ പറയുന്നു, ധൈര്യത്തോടെ സഹോദരി നീ മുന്നോട്ട് കാലെടുത്ത് വെച്ചോ, ധൈര്യത്തോടെ സഹോദര മുന്നോട്ട് കാലെടുത്ത് വെച്ചോ. ഈ ദിവസങ്ങളിൽ പത്രോസ് കാണാത്ത വെളിപ്പാട്, ശിഷ്യന്മാര് കാണാത്ത വിടുതൽ ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ചിലതിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം പകരാൻ പോകുക. എല്ലാവരും വീട്ടിലോട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് കല്ലറയുടെ അടുക്ക പോയി അവളുടെ സ്നേഹത്തിന്റെ ആഴം ദൈവാത്മാവ് പറയുകയാണ്. ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്, നീ ഒറ്റയ്ക്കായതുകൊണ്ട് ഭാരപ്പെടണ്ട, എല്ലാവരും ഒറ്റപ്പെടുത്തിയത് കൊണ്ട് ഭാരപ്പെടണ്ട, ക്രൂശിൽ ഒറ്റയ്ക്ക് തൂങ്ങിയവൻ നിന്റെ കൂടെ നിൽക്കുമെന്ന്. ആരുമില്ലാതെ ക്രൂശിൽ ഒറ്റയ്ക്ക് 3 ആണികളിൽ തൂങ്ങിയ, സകലത്തിന്റെ മുകളിൽ വായുവിൽ തൂങ്ങിയാടി യേശു ഒറ്റയ്ക്ക് നിൽക്കുന്നവന്റെ കൂടെ ഇറങ്ങി വരാൻ പോകുക. ചങ്കിലെ ചോര പിളർത്തി ഇറങ്ങി വന്നവൻ നിന്നെ എല്ലാവരും കൈവിടുമ്പോൾ നിന്റെ കൈ ചേർത്ത് പിടിക്കാൻ പോകുക.
ഞാനൊരു കാര്യം പറയട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചർച്ചായിട്ടൊരു ടൂറിന് പോയി. വർഷങ്ങൾക്ക് മുമ്പാണ്. ടൂറിന് പോയപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പാസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ വിട്ടു. ക്രിക്കറ്റ് കളിക്കാൻ വിട്ടു. ഏകദേശം ക്രിക്കറ്റിൽ എത്ര പേരുണ്ടെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അവർക്കെല്ലാവർക്കും ഒറ്റ നിർബന്ധം, എന്നെ ക്രിക്കറ്റ് കളിക്കാൻ കൂട്ടത്തില്ലെന്ന്. എനിക്ക് കൂട്ടിയാലും ഫീൽഡ് ചെയ്യാനേ വിടത്തുള്ളൂ, ബാറ്റ് ചെയ്യാൻ വിടത്തില്ലെന്ന്. അങ്ങനെ ഞാൻ ആകെ സ്തോത്രം ഒറ്റപ്പെട്ടിട്ട് വീട്ടിൽ പോയി വീട്ടിലല്ല, ഞങ്ങൾ ആ താമസിക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു. ഒറ്റയ്ക്കിരുന്ന് ആരും എൻ്റെ കൂടെ കൂട്ടുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്ഥലത്തൊരു പ്രവാചകരുടെ അടുക്കെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവർ പറയുക, വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് ഇങ്ങനെ കരയുന്നത് നിന്നെ ഞാൻ കാണിക്കുന്നെന്ന്. എന്ന് വെച്ചാൽ സംഭവം നിസാരമാണ്, പിള്ളേരുടെ കളിയാ, ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുന്നത്, നീ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുക. സ്തോത്രം, ആരും നിന്റെ കൂടെ വരാനില്ല കല്ലറയ്ക്ക് മുമ്പിൽ. ഇന്ന് പകൽക്കാലം എന്നാൽ ഇത് ദൈവാത്മാവ് എന്നോട് പറയുക, നീ ഒരു പുതിയ വെളിപ്പാട് പ്രാപിക്കാൻ പോകുക. സാമ്പത്തിക വിഷയത്തിൽ ചിലതിന്റെ മണ്ഡലങ്ങൾ ഒപ്പടാകാൻ പോകുക. ഊടാമാന ശബ്ദലാരകനം, അടഞ്ഞുപോയ സാമ്പത്തികം, അടഞ്ഞുപോയ സ്തോത്രം തലമുറകളുടെ വിടുതൽ ദൈവാത്മാ പറയുകയാണ്. ഇന്ന് പകൽക്കാലം നീ പോകുമ്പോൾ കാണുന്നത് അടഞ്ഞ കല്ലറയല്ല, തുറക്കപ്പെട്ട കല്ലറയുടെ മുന്നിൽ ദൈവം നിനക്ക് വെളിപ്പെടാൻ പോകുക. ഈ യോഹന്നാൻ 20:11-12 കരയുന്നു. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞും കൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരിക്കൽ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. നമുക്ക് കാണാൻ സാധിക്കുന്നു 20:12 ഈ പത്രോസ് അരമണിക്കൂർ മുന്നേ അതിൻ്റെ അകത്ത് കയറി വന്നതാ. ഓടി യേശുവിന്റെ കല്ലറയ്ക്ക് ചെന്നപ്പോൾ കണ്ടെന്നാലും വെറും തുണി മാത്രമേ കണ്ടുള്ളൂ. സ്തോത്രം. അവൻ കല്ലറയ്ക്കകത്ത് പോയപ്പോൾ ചിലർ പറയാറുണ്ട്, ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഞാൻ വെളിപ്പാടൊന്നും കണ്ടില്ല. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ദൈവദാസൻ പ്രവാചകൻ വന്നു, ദൂതൊന്നും കിട്ടിയില്ല. ചിലർ പറയാറുണ്ട്. അതിന്റെ കാരണം ഞാൻ പറയാം. പത്രോസ് കടന്നു വന്നത് കാണാൻ വന്നതാ, എന്നാൽ മറിയ പ്രാപിക്കാൻ വന്നതാ. ദൈവാത്മാവ് ചില ദൂത് പറയുക, നീ പ്രാപിക്കാനാണ് വന്നതെങ്കിൽ പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകും. രക്തസ്രവം ഉള്ള സ്ത്രീ വിടുതല പ്രാപിക്കുന്ന വിശ്വസിച്ച് തൊട്ടെന്ന ബൈബിൾ പറയുന്നേ. ഇന്ന് പകൽക്കാലം സ്തോത്രം, അദ്ദേഹത്തിന് വിടുതല കിട്ടുന്നതിന് മുന്നേ യേശു പോകുന്ന ആ പള്ളിപ്രമാണിക്ക് വിടുതല കിട്ടുന്നതിന് മുന്നമേ സ്തോത്രം ആ രക്തസ്രവക്കാരിക്ക് വിടുതല കിട്ടിയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ തൊടാൻ തയ്യാറായ ദൈവത്തിന്റെ പൈതലേ, നീ വിടുതല കാണാൻ പോകുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പത്രോസും ബൈബിൾ പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, പത്രോസ് കല്ലറയ്ക്കൽ ചെന്ന് കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു. സംഭവിച്ചത് എന്തെന്നറിയാതെ ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. എന്നാൽ മറിയ കുനിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു. അമേൻ, സ്തോത്രം. അതെന്നാ കാര്യം എന്നറിയാമോ? അതിന്റെ മുന്നേ പറയുന്നു, എന്നാൽ മറിയ പുറത്ത് കരഞ്ഞും കൊണ്ട് നിന്നു. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ആലയത്തിന്റെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ, സ്തോത്രം, കുടുംബജീവിതത്തിന്റെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ, ഇന്ന് പകൽക്കാലം സ്തോത്രം ചില വിടുതലകളെ ഏറ്റെടുക്കാൻ പോകുക. ഈ ദൂത് ഏറ്റെടുത്തോ? തലമുറകളെ കുറിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ, കുനിഞ്ഞ് വെറുതെ വന്ന് നോക്കിയവർ, സ്തോത്രം, ചില അടയാളങ്ങൾ കണ്ട് മടങ്ങുമ്പോൾ, ആമേൻ, സ്തോത്രം, യേശുവിന്റെ ഉയർപ്പിന്റെ ശ്രുതി കേട്ട് മടങ്ങുമ്പോൾ ഇന്ന് പകൽക്കാലം നീ ചില വെളിപ്പാട് പ്രാപിക്കാൻ പോകുക. ദൈവാത്മ ദൂത ഏറ്റെടുത്തോ? മറ്റുള്ളവർക്കില്ലാത്തൊരു വിടുതൽ, മറ്റുള്ളവർക്കില്ലാത്തൊരു ഉണർവ്, മറ്റുള്ളവർക്കില്ലാത്തൊരു അനുഗ്രഹം ചിലതിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. ഞാൻ വായിച്ച കുറിവാക്യം മറക്കണ്ട. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇന്ന് പകൽക്കാലം വെറുതെ വന്നേച്ച് പോകാനല്ല, സ്തോത്രം, വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറിക്കറിയുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു. നിന്റെ ഉയർച്ച നിന്റെ കമ്പനിയിലെ ബോസ് തരുന്നതല്ല, നിന്റെ ഉയർച്ച നിന്റെ സഭയിലെ പാസ് തരുന്നതല്ല, അപ്പനും അമ്മയും തന്ന ഷെയർ കൊണ്ടല്ല നീ ഉയരാൻ പോകുന്നത്. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കരയുന്ന ദൈവത്തിന്റെ പൈതലേ, നീ സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ ദൈവം നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുക. അതുകൊണ്ടാണ് ഞാനത് വായിക്കേണ്ടത് കരുതിയതാണെങ്കിലും വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 1:16 വിലാപങ്ങളുടെ പുസ്തകം 1:16 ഇതു നിമിത്തം ഞാൻ കരയുന്നു, എൻ്റെ കണ്ണുനീരൊഴുക്കുന്നു, എൻ്റെ പ്രാണനെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസ പ്രസാദകൻ എന്നോട് അകന്നിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥനയല്ലേ, സ്തോത്രം. ഇതുകൊണ്ട് ഞാൻ കരയുന്നു, അമേൻ, ഇതുകൊണ്ട് ഞാൻ കണ്ണുനീരൊഴുക്കുന്നു, ആശ്വാസപ്രദായകൻ എന്നോട് അകന്നിരിക്കുന്നു എന്ന് പറയുന്ന ആരൊക്കെയോ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ വിടുതൽ കാണാതെ, സ്തോത്രം, എന്നെ വിടുവിക്കേണ്ടവൻ എന്നോട് അകന്നിരിക്കുന്നു എന്ന് പറയുന്ന ദൈവാത്മാവ് പറയുക, ഇന്ന് നിന്റെ വിലാപം മാറി നൃത്തമാകാൻ പോകുന്നു. ഇന്ന് നിന്റെ കണ്ണുനീര് മാറി, നിന്റെ രട്ടു മാറി, നീ സന്തോഷ വസ്ത്രം എടുക്കാൻ പോകുക.
അതിൻ്റെ അടുത്ത് കണ്ടിന് ശത്രു പ്രബലനായിരിക്കാൽ എൻ്റെ മക്കൾ നശിച്ചു പോകുന്നെന്ന്. മക്കൾ നശിച്ചു പോകുന്നു, മക്കൾക്ക് വിടുതലില്ലെന്ന് പറഞ്ഞ ആരൊക്കെ ഇവിടെ കയറിയിട്ടുണ്ടല്ലോ. അതെന്താ കാര്യം എന്ന് പറയുമ്പോൾ ശത്രു പ്രബലനായിരിക്കാല. നിന്റെ ജീവിതത്തിൽ ശത്രു പ്രബലനാ. എന്നാൽ കല്ലറയ്ക്കകത്ത് വെളിപ്പെട്ട വെളിപ്പാടുണ്ടല്ലോ, ശത്രുവിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ പോകുക. ദൂത് ഏറ്റെടുത്തോ. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിന്റെ മുകളിൽ, നിന്റെ സാമ്പത്തികത്തിന്റെ മുകളിൽ, നിന്റെ തലമുറയുടെ മുകളിൽ ശത്രു പ്രബലനായിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവന്റെ സകല ആവനാഴിയെ തകർക്കുന്ന, അവന്റെ ആയുധങ്ങളെ തകർക്കുന്ന അഭിഷേകം ഇന്നത്തെ പകൽക്കാലത്തെ മീറ്റിംഗിൽ ഇവിടെ ഒഴുകുകയാ. ദൂത് ഏറ്റെടുത്ത്, വിടുതൽ ഏറ്റെടുത്ത് ഇവിടെ ജനം എഴുന്നേൽക്കാൻ തയ്യാറായിക്കോ. ഈ മറിയക്കൊരു സംശയമുണ്ട്. എന്താന്ന് വെച്ചാ, ഈ യേശു ആണ് മറിയുടെ അകത്തെ ഭൂതത്തെ പുറത്താക്കിയത്. നിങ്ങൾ ചിന്തിച്ചോണം. ഇനി യേശു മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂതമെല്ലാം തിരിച്ച് എൻ്റെ ജീവിതത്തിലോട്ട് വരുമോ എന്ന പേടി. അതുകൊണ്ടാണ് കല്ലറയ്ക്ക് മുന്നിൽ നിന്നും മാറാതെ നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം സ്തോത്രം, എൻ്റെ രോഗം തിരികെ വരുമോ, എൻ്റെ കടം തിരികെ വരുമോ എന്നൊക്കെ ചിന്തിച്ച് ഇതിൻ്റെ അകത്ത് കയറിയ ദൈവത്തിൻ്റെ പൈതലേ, ഇല്ല. സ്തോത്രം, ഉയർപ്പിൻ്റെ ശക്തിയാണ് നീ കാണാൻ പോകുന്നത്. മരണത്തിൻ്റെ ശക്തിയല്ല നിന്നിൽ വെളിപ്പെട്ടിരിക്കുന്നത്. നിന്നിൽ വെളിപ്പെട്ടിരിക്കുന്ന ശക്തി ഉണ്ടല്ലോ, അത് ഉയർപ്പിൻ്റെ ശക്തിയാ. പലരുടെയും സഭകൾക്കകത്ത് ഉയർപ്പിൻ്റെ ശക്തി പോയി. അതുകൊണ്ട് എന്താണെന്നറിയുമ്പോൾ ഉണർവില്ല. പല ഭവനങ്ങളിലും ഉയർപ്പിൻ്റെ ശക്തി പോയി. അതുകൊണ്ട് കലഹമാണ്. ദൈവാത്മാവ് അറിയുന്നു, ഇന്ന് പകൽക്കാലം തുറക്കപ്പെട്ട കല്ലറ മാത്രമല്ല നീ കാണാൻ പോകുന്നത്, അതിൻ്റെ അകത്ത് ചില ദൂതന്മാരെ നീ കാണാൻ പോകുക. അപ്പോൾ ഒരു ചോദ്യം, ഈ വിലാപങ്ങളിൽ പറയുന്ന എന്താണെന്ന് അറിയുമോ, മക്കൾ നശിക്കാൻ പോവുകയാണ്, കരച്ചിലാണ്, ദുഃഖമാണെന്നൊക്കെ പറയാ. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ശരിയാകത്തില്ലല്ലോ. അതേ വിലാപങ്ങളുടെ 3-ാം അധ്യായം 31-ാം വാക്യം വായിച്ചാൽ അവിടെ കാണുന്നു, കർത്താവ് എന്നേക്കും തള്ളിക്കളകിയില്ലല്ലോ. അമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് അറിയുക, തള്ളപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് കയറിയ മറിയേ, സ്തോത്രം, മക്തലനക്കാരത്ത് മറിയേ, ദൈവം നിന്നെ ഉയർത്താൻ പോകുക. എന്നേക്കും തള്ളിക്കളയാനല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നീ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ അവിടെ എല്ലാവരും കാണുക നിന്റെ തല ദൈവം ഉയർത്തുന്നത് നീ കാണാൻ പോകുക. ലൂക്കോസ് 8:13 സ്തോത്രം, അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയുക, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവൻ എവിടെ വെച്ചെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? എൻ്റെ കർത്താവിനെ അവരെ എടുത്തുകൊണ്ടുപോയി. എൻ്റെ നന്മ അവരെ എടുത്തു. എൻ്റെ ഉയർച്ച അവരെ കൊണ്ടുപോയി. എൻ്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എൻ്റെ കുടുംബം തകർന്നു. മറിയ പറയുകയാണ്, എല്ലാം പോയി. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവള് പറയുക, അവൻ എവിടെ പോയി? എന്നെ വിടിവിച്ചവനെ കാണാനില്ലെന്ന് പറഞ്ഞ് ആരൊക്കെ ഇതിന്റെ മധ്യേ കയറിയിട്ടുണ്ട്. ദൈവാത്മാ പറയുക, നീ കാണാൻ പോകുക. നീ സ്തോത്രം, ഇന്ന് യോബ് പറഞ്ഞതുപോലെ ഞാൻ ദേഹരഹിതനായി എൻ്റെ കർത്താവിനെ കാണും. അടുത്ത വാക്യം പറയുകയാണ്, യേശു അവളോട് പറയുകയാണ്, സ്ത്രീയെ, യേശു വന്നേച്ച് ചോദിക്കുക, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അവള് കരുതി തോട്ടക്കാരനാണെന്ന്. അവള് പറഞ്ഞു, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവൻ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. 33-ാമത്തെ വയസ്സിലെ 33-35 വയസ്സിലാണ് യേശു ക്രൂശിക്കപ്പെട്ടെന്ന ചരിത്രം പറയുന്നത്. ഈ 33 വയസ്സിൽ യേശുവിന്റെ ഹൈറ്റ് 5 അടി 5 ഇഞ്ചാ, 165 സെന്റിമീറ്റർ. ഈ 160 കിലോ വെയിറ്റുള്ള യേശുവിനെ ഇവളെ എവിടെ എടുത്തുകൊണ്ട് പോകുന്ന ഈ പറയുന്നത്? അവള് പറയണ, ഭാരം എത്ര വലുത് എനിക്ക് പ്രശ്നമല്ല, കർത്താവിനെയും കൊണ്ടേ ഞാൻ മടങ്ങത്തുള്ളൂ. ഈ ദൂത് നിങ്ങൾ എവിടെയും കേട്ട് കാണത്തില്ല. സ്തോത്രം, ഭാരം എത്രയും എനിക്ക് വിഷയമല്ലെന്നേ, പക്ഷെ ഞാൻ വന്നത് വിടുതൽ പ്രാപിച്ചു പോകാനാ. അവള് പറയുകയാണ്, നീ കാണിച്ചതാ ആ പെണ്ണിന്റെ തണ്ടൊന്ന് കണ്ടോ? പത്രോസൊക്കെ പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ തോട്ടക്കാരനോട് പറയുക, എന്റെ കർത്താവിനെ പൊക്കിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. ദൈവാത്മ പറയുന്നു, ഇവിടെ അങ്ങനെ കയറിയിരിക്കുന്ന ചില ദൈവാത്മ പറയുന്നു, നീ കാണുന്നത് ബോഡിയല്ല, നീ കാണുന്നത് ഉയർപ്പാ. നീ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഡെഡ് ബോഡി ആണെങ്കിൽ യേശു പറയുന്നു, മരിച്ച വാർത്തയല്ല, ജീവന്റെ വാർത്തയുമായി മറിയേ, ചരിത്രം നിന്നെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നു. യേശുവിനെ അറിയത്തില്ലായിരുന്നോ മറിയ അവിടെ വന്നത് എന്തിനാണെന്ന്? അറിയാം. ആരെ തെരയുന്നു എന്ന് യേശു ചോദിച്ചെന്തിനാ? യേശുവിനെ അറിയാം ആരെ തെരയുന്നെന്ന്. എന്നാൽ അവളെ വായിൽ നിന്ന് തന്നെ ചിലത് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വിടുതൽ ആവശ്യമുള്ളത് വാ തുറന്ന് പറഞ്ഞു തുടങ്ങിക്കോ. അമേൻ.
സ്തോത്രം. യേശുവിന് അറിയാം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നോട് പറയുന്നു, വാ തുറന്ന് പറയാൻ തയ്യാറായിക്കോ. പ്രാർത്ഥനാ റൂമിൽ മുട്ടുമടക്കിക്കൊണ്ട് വാ തുറന്ന്, കർത്താവ് ഇന്ന വിഷയത്തിന് മറുപടി വരണമെന്ന് നീ വാ തുറന്ന് പറയാൻ തുടങ്ങുമ്പോൾ, കണ്ണുനീരോടെ പറയാൻ തുടങ്ങുമ്പോൾ നിന്റെ വിഷയങ്ങൾക്ക് മറുപടി ആരംഭിക്കും. ദൂത് ഏറ്റെടുത്തോ. അവള് പറയുകയാണ്, സ്തോത്രം, അവനെ കൊണ്ടുപോകാൻ വന്നതാ. യേശു പറഞ്ഞു, സ്തോത്രം, ഞാൻ ഉയർത്തിരിക്കുന്നു, നീ എന്നെ തുടരുത്. ഇന്ന് പകൽക്കാലം ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ഉയർപ്പും ആരും കണ്ടിട്ടില്ലാത്ത ദൂതന്മാരുടെ ദർശനവും അവള് കണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, നീ ചില വെളിപ്പാടുകൾ കാണാൻ പോകുക, ചില ദർശനങ്ങൾ കാണാൻ പോകുക. ഇരിക്കുന്ന വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, സ്തോത്രം, നീ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ പെട്ടെന്നൊരു മറുപടി വരുന്നത് പോലെ നീ അത് കാണാൻ പോകുക, നിങ്ങളത് കാണാൻ പോകുക. എന്തോ ദൈവാത്മാവിനോട് മലപ്പുറം എന്നൊരു സ്ഥലം കാണിക്കുന്നു. മലപ്പുറം, നിങ്ങളുടെ സ്ഥലം എനിക്ക് എവിടെ നിന്ന് അറിയത്തില്ല. ദൈവാത്മാവ് പറഞ്ഞു, മലപ്പുറത്തോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, സ്തോത്രം, എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുക. ദൈവാത്മാ പറയുന്നത്, നിങ്ങൾക്ക് ചില യാത്രകൾ ഒരുങ്ങി വരും. നിങ്ങളുടെ ചില സ്ഥലത്തോട്ട് പറിച്ചു നടുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പറിച്ചു നടിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അഹരോന്റെ വടി തളിർത്തു എന്ന്. അഹരോന്റെ വടി തളിർത്തതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരുടെ മധ്യത്തിൽ നിങ്ങളുടെ വടി തളർക്കും. എന്തൊക്കെയോ ചില എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടൊക്കെയും ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പോലെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചില നന്മകൾ കാണാൻ പോകുക. പലരും കല്ലറ വരെ വന്ന് മടങ്ങിപ്പോയപ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, ആ കല്ലറയ്ക്കകത്ത് നീ ഒരു ഉയർപ്പ് കാണുമെന്ന്. ആ സഹോദര ദൈവന്മാർ, കല്ലറയ്ക്കകത്ത് ഒരു ഉയർപ്പ് കാണും. ഓ ഊടാ ഹതുരതൽക്കമാന ശബ്ദലാരകൾ, നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവകാരം വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ചില പേരുകൾ കൂട്ടിച്ചേർക്കും. ചില പേരുകൾ നിങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കുന്നത് പോലെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. മറിയ പറയുകയാണ്, ദൂതനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എവിടെ വെച്ചെന്ന് കാണിച്ചു തരണം. തോട്ടക്കാരനെന്ന് കരുതി യേശുവിനോട് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. സ്തോത്രം, ആ ഒന്ന് ദൂതനോട് പറഞ്ഞ് കണ്ടേ പോകത്തുള്ളൂ, തോട്ടക്കാരനോട് പറഞ്ഞ് കൊണ്ടേ വിടുതൽ പ്രാപിച്ചേ പോകത്തുള്ളൂ. എത്ര പേര് പറയും, സ്തോത്രം, ഇന്ന് പലക്കൽ എൻ്റെ വിടുതൽ പ്രാപിച്ചേ ഞാൻ എഴുന്നേക്കത്തുള്ളൂ, എൻ്റെ നന്മ കണ്ടേ ഞാൻ മടങ്ങത്തുള്ളൂ. ഇത് ഒരു വ്യക്തിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ലെന്നേ. ഇവിടെ ഇരിക്കുന്ന സകലരുടെ മേലും, ദൈവാത്മാവിനോട് സകലരുടെ മേലും ദൈവത്തിൻ്റെ ആ വിടുതലയുടെ ശക്തി വ്യാപരിക്കുക. ഇവിടെ യേശു അവളോട് പറഞ്ഞൊരു പദമുണ്ട്. യേശു അവളോട് പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ പോകുക, സ്വർഗത്തിലോട്ട് പോയിട്ട് പിതാവിൻ്റെ അടുക്കൽ ഞാൻ എന്നെ തന്നെ കാണിച്ചിട്ട് വീണ്ടും ഞാൻ മടങ്ങി വരും, എല്ലാവർക്കും വെളിപ്പെടാൻ എന്ന് പറഞ്ഞാൽ, കരയുന്നവളുടെ മുമ്പിൽ, സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു തൻ്റെ പദ്ധതി പോലും മാറ്റിവെച്ച് യേശു കടന്നു വന്നെങ്കിൽ, സ്തോത്രം, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, സ്തോത്രം, എല്ലാ ചില പദ്ധതികളും ചിലതിന് ദൈവം മാറ്റിയിട്ട് ചിലർക്ക് ചില പുതിയ വെളിപ്പാടുകൾ വരാൻ പോകുക. ആമേൻ. ഇത് ഏറ്റെടുത്തോണം കേട്ടോ. സ്തോത്രം, ചിലതിനൊക്കെ പ്ലാന് മാറിപ്പോയതാ. കുശവന്റെ കയ്യിലെ പാത്രം ഉടഞ്ഞു പോയതുപോലെ ചിലതിന്റെ ജീവിതം ഉടഞ്ഞു പോയതാ. സ്തോത്രം, തല ഉയർത്തി നടക്കാൻ പറ്റാത്ത പോലുള്ള ചില അവസ്ഥകൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. ദൈവം പറയുന്നു, ചില പ്ലാനുകൾ മാറ്റി ദൈവം ചിലത് ചെയ്യാൻ പോകുക. ആമേൻ. നീ വീട് പണിയാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തല്ല നീ വീട് പണിയാൻ പോകുന്നത്. ആരോടോ ദൈവാത്മാ സംസാരിക്കുന്നു. ദൈവം നിങ്ങളെ ചെസ്റ്റോട് പ്ലാന് മാറ്റി ചെയ്യുന്നത് പോലെ, ഓ സ്തോത്രം, നീ ഒരു 100 പേരുള്ള സഭയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ദൈവത്തിന് നിന്റെ പ്ലാന് മാറ്റി അതിനേക്കാൾ വലുത് ചെയ്യാൻ പദ്ധതിയുണ്ട്. ദൂത് ഏറ്റെടുത്തോണം കേട്ടോ. നിന്റെ തലമുറയെ സാധാരണ ഒരു കോഴ്സ് പഠിപ്പിക്കാൻ നീ ആഗ്രഹിക്കുമ്പോൾ നിന്റെ തലമുറകളെ അതിന്റെ അപ്പുറത്തോട്ട് കയറ്റാൻ ദൈവം പ്ലാൻ ചേഞ്ച് ചെയ്യാൻ പോകുക. യേശു പ്ലാൻ ചേഞ്ച് ചെയ്തേച്ച് പറഞ്ഞു, പിതാവിന്റെ അടുക്കൽ പോകുന്നതിന് മുന്നേ മറിയേ, നിന്റെ കണ്ണുനീര് കണ്ട് ഞാൻ നിന്റെ അടുക്കലേക്ക് വരിക. ദൈവത്തിന്റെ ആത്മാവ് ചില ഷിഫ്റ്റുകൾ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ ചില രാജ്യങ്ങളോട് ബന്ധപ്പെട്ടുള്ള ചില നന്മകൾ വെളിപ്പെടാൻ പോകുകയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തോടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില വഴികളൊക്കെ, ചില ട്രാവലുകളൊക്കെ ചെയ്യുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ബന്ധപ്പെട്ടുള്ള ചില വ്യക്തികൾക്ക് ചില നന്മകൾ വെളിപ്പെടുത്തും. യേശു പറയുകയാണ് മറിയോട്, മറിയെ നീ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ബൈബിളിലോട്ട് മടങ്ങി വരാം. മറിയെ നീ എന്നാ ചെയ്യുന്നത്? നീ അവരോട് ചെന്ന് പറ, എന്നെ ക്രൂശികം കൊണ്ടപ്പോൾ ചെതിരിപ്പോയ കുറച്ച് കൂട്ടറുണ്ടല്ലോ, പിന്നെ എന്നെ വിട്ട് ഓടിപ്പോയ കുറേ മറിയമാരുണ്ടല്ലോ, അവരോടെല്ലാം ചെന്നു പറ, സ്തോത്രം, ഞാൻ മരിച്ചിട്ടില്ല,
ഞാൻ ഉയർത്തിയിരിക്കുന്നു. എത്ര വലിയ ശുശ്രൂഷയാണെന്ന് അറിയാമോ മഗ്ദലനക്കാരത്തി മറിയുടെ മോള് വെളിപ്പെട്ടത്. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം വായിച്ചത്, അവൻ്റെ സന്നിധിയിൽ കരയുവീൻ, അവൻ നിങ്ങളെ ഉയർത്തും. ഇന്ന് പകൽക്കാലം ആർക്കുമില്ലാത്തൊരു ശുശ്രൂഷ, ആർക്കുമില്ലാത്ത ഉയർച്ച, ആർക്കുമില്ലാത്തൊരു അനുഗ്രഹം വെളിപ്പെടണമോ? ദൈവാത്മാവനോട് പറയാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം സ്തോത്രം, നിന്റെ വിലാപങ്ങൾ ദുഃഖങ്ങൾ മാറി, നീ നല്ല രട്ട് മാറി, സന്തോഷ വസ്ത്രം ഉടുക്കുന്നത് പോലെ, വിലാപം മാറി സന്തോഷം വരുന്നത് പോലെ ദൈവം ഇതാ പുതിയൊരു ഓപ്പണിംഗ് തുടങ്ങാൻ പോകുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഉണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം, ഇവിടെ കാണാൻ സാധിക്കുന്നത് 5-6 മറിയ ബൈബിളിൽ ഉണ്ടെങ്കിലും രണ്ടാം സ്ഥാനത്ത് ഈ മഗ്ദലനക്കാരത്തി മറിയ എത്തുന്ന ചരിത്രം പറയുന്നത്. 1-ാം സ്ഥാനം ആർക്കാന്നറിയാമോ? യേശുവിൻ്റെ അമ്മ മറിയക്ക. 2-ാം സ്ഥാനം ആർക്കാന്നറിയാമോ? മഗ്ദലനക്കാരത്തി മറിയക്ക്. എന്നാ സ്തോത്രം, ഒരു കാലത്ത് ഭൂതം പിടിച്ചവളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ ചരിത്രം മാറിത്തിരിഞ്ഞു. ദൈവാത്മാ ചിലരുടെ ദൂത് പറയാൻ പറയുന്നു, നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റും. ഓഹ് ജീസസ്, നിന്റെ തലമുറകളുടെ ചരിത്രത്തെ ദൈവം മാറ്റും. നിന്റെ സഭയുടെ ചരിത്രത്തെ ദൈവം മാറ്റും. നിന്റെ വീടിന്റെ അവസ്ഥകളെ ദൈവം മാറ്റും. ഇന്ന് പലക്കാലം നിരാശയോടെയാ നീ കയറിയതെങ്കിൽ ദൈവാത്മാവ് പറയാണ്, നിരാശ മാറ്റിക്കോ. ഇന്ന് പകൽക്കാലം സ്തോത്രം, നീ ചില പാട്ടുകൾ എഴുതുന്നത് പോലെ, ആരോടൊക്കെ ദൈവാത്മാവ് പറഞ്ഞു, നിനക്ക് കിട്ടിയ നന്മയുടെ ചില പാട്ടുകൾ എഴുതി യൂട്യൂബിലൊക്കെ ഇടുന്നത് പോലെ ദൈവം ചിലത് ചെയ്യാൻ പോകുക. ഇവിടെ കാണുകയാണ് സ്തോത്രം, ഈ ക്രൂശിന്റെ സമീപത്തും ശവകൂടാരത്തിലും പുനരുദ്ധാനത്തിന്റെ സ്ഥലത്തും എല്ലാം മഗ്ദലനക്കാരത്തി പിന്നാലെ ഉണ്ടായിരുന്നു. എന്നാന്നറിയാമോ? ചിലർക്കൊരു വിടുതൽ കിട്ടും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ചിലർക്ക് വിടുതൽ കിട്ടും കർത്താവിങ്കെ വന്ന, പക്ഷേ അത് പൂർത്തീകരണത്തിലെത്തത്തില്ല. അതിന് കാര്യം എന്തെന്നറിയാമോ? സ്തോത്രം, കൂടെ നടക്കാത്തതുകൊണ്ടാ, യേശുവിൻ്റെ കൂടെ നടക്കാത്തതുകൊണ്ടാ. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാണ്. വിടാതെ പിന്തുടർന്നു കേട്ടോ, വിടാതെ പിന്തുടർന്നോ. സ്തോത്രം, കല്ലറ തുറന്ന് ദൂതനെ കാണാതെ, യേശുവിനെ കാണാതെ മടങ്ങത്തില്ലെന്ന് തീരുമാനം എടുത്തോളണം. ആമേൻ. ചിലർ പ്രാർത്ഥിക്കുക, സാമ്പത്തിക വിടുതൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മതി പ്രാർത്ഥന. അല്ലല്ലല്ലല്ല. ഇന്ന് ദൈവാത്മാവ് ദൂത് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ സ്തോത്രം, ഏലിയാവ് എടുക്കപ്പെടുന്നത് വരെയും ഏലിശ കൂടെ ചെന്നു. ആമേൻ. ഏലിയാവ് മുകളിലോട്ട് കയറിയപ്പോൾ പോലും ഏലിശക്ക് വിടുതൽ കിട്ടിയില്ല. പക്ഷെ അവൻ നിലവിളിച്ചപ്പോൾ പുതപ്പിറങ്ങി വന്നതുപോലെ ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, ചിലതിന്റെ ജീവിതത്തിൽ ചില പുതപ്പുകൾ ഇറങ്ങി വരാൻ പോകുക. നീ കരയുന്ന സമയത്ത്, എല്ലാം അസ്തമിച്ച സമയത്തും നിന്റെ പ്രതീക്ഷ നീ കളയണ്ട. നീ ചില വിടുതലുകൾ കാണുമെന്ന് ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു. ഊടാ ഹദുര ജഗൽക്കമാന ദൂരമന ശംദൽ കമന ഹദുര. ദൈവാത്മാവ് അന്നമ്മ എന്ന് പറയുന്ന വ്യക്തിയോട് ദൈവാത്മാവ് അന്നമ്മ, നിങ്ങളുടെ ജീവിതത്തിൽ ചില പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടും. ഉടവല ഹദുരക ജഗതൽക്കമ, ചില പുനരുദ്ധാനത്തിന്റെ ശക്തി ദൈവാത്മാവ് എന്നോട് പറയുന്നു. ബ്ലോക്കായി കിടക്കുന്ന എന്തോ ചില സ്തോത്രം, ശരീരത്തിലെ സ്തോത്രം, അങ്ങനെ എന്തോ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവന്മാവിനോട് ബ്ലോക്കായി പോയിരിക്കുന്ന, ഹാർട്ട് സംബന്ധമായിരിക്കുന്ന എന്തോ, അങ്ങനെ എന്തോ ദൈവന്മാവിന് വെളിപ്പാട് കാണിക്കുക. എന്തോ സംഭവം ബ്ലോക്കായി കിടക്കുക. ഈ ദിവസങ്ങളിൽ ആ ബ്ലോക്കിനെ ദൈവം മാറ്റും. ഊടാ ഹദുര ജഗൽക്കമാന. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞു. ഞാൻ എന്റെ കണ്ണടച്ചിരിക്കുമ്പോൾ അന്നമ്മ എന്ന് എന്റെ മുമ്പിൽ എഴുതി ദൈവാത്മാവ് കാണിക്കുക. ഇന്നത്തെ മീറ്റിംഗിൽ ചില വിടുതലുകൾ ചില കുടുംബത്തിൽ നടക്കാൻ പോകുക. ദൂത് ഏറ്റെടുത്തോളം കേട്ടോ. ഊടാ ഹദുരദൽക്കമാന ശബര ദൈഡകൽക്കമാന ജൂദൽ മന വൈഡബല ശബാദികൽക്കമാന. ദൈവത്തിന്റെ ആത്മ പറയുന്നു, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലവര മാറുന്നത് പോലെ സ്തോത്രം, ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. നിങ്ങളുടെ തലവര മാറുന്നത് പോലെ ഇന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ചില ഫാമിലിയോട് ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ചില വിടുതലുകൾ കാണിക്കുന്നു. സ്തോത്രം, നിങ്ങൾ ചില സാക്ഷ്യങ്ങൾ പറയുന്നത് പോലുള്ള അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ഇന്നത്തെ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോ. ഈ മീറ്റിംഗ് ചില മറിയ കണ്ടതുപോലുള്ള വെളിപ്പാടുകൾ കാണും. ഉടബലഹദുരാജകൽക്കമാന. സ്തോത്രം, ഞാൻ എൻ്റെ പലക്കൽ ദൈവം ചിലതിനെ ഉയർത്താൻ പോകുക. ഇവിടെ ഇരുന്ന് ചിലരെ ദൈവം ഉയർത്താൻ പോകുക. ചിലതിന്റെ ചരിത്രത്തെ ദൈവം മാറ്റുമെന്ന്